നമസ്കാരം. വെൽക്കം ടു ഗീതാസ് ഭക്തിഗീതം. വൺ ഡേ വൺ ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം 1055th day. Today, 4th sloka of Pradhamaskandam, 2nd chapter. For details, please see the description box. ഗീതാസ് ഭക്തിഗീതം ഒരു ദിവസം ഒരു ശ്ലോകം. ശ്രീമദ് മഹാഭാഗവതം ഇന്ന് 1055 ദിവസം. പ്രഥമസ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകം. ഓം തത്സത്. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. ഹരിശ്രീ ഗണപതയേ നമഃ. അവിഘ്നമസ്തു ശ്രീ ഗുരുഭ്യോ നമഃ. ഓം തത്സത്. കൃഷ്ണം നാരായണം വന്ദേ. കൃഷ്ണം വന്ദേ വ്രജപ്രിയം. കൃഷ്ണം ദ്വൈപായനം വന്ദേ. കൃഷ്ണം വന്ദേ പൃഥാസുതം. ശ്രീപരമാനന്ദനാഥനായ അദ്വൈതദീപമായി മോക്ഷേക്ഷു വൃന്ദമന്ദാരമായി കാരുണ്യവാരിധിയായി വിഭൂദേശനാം നാരായണൻ മമ മന്ദത മാറ്റണം. ഓം തത്സത്. ശ്രീമദ് ഭഗവത്ഗീത 1ാമത്തെ സ്കന്ധത്തിലെ 14ാമത്തെ അധ്യായത്തിലെ 4ാമത്തെ ശ്ലോകം. ജിംഹപ്രായം വ്യവഹൃതം ഷാഢ്യമിശ്രം ച സൗഹൃദം പിതൃമാതൃസുഹൃദ്ഭ്രാതൃദ്രമ്പദീനാം ജകൽക്കനം. ഓം തത്സത്. ജിഹ്വപ്രായം വ്യവഹൃതം ഷാഢ്യമിശ്രം ച സൗഹൃദം പിതൃമാതൃസുഹൃത്താദം. ഓം ശ്രീകൃഷ്ണായ. പിതൃമാതൃസുഹൃദ്ഭ്രാതൃ ദമ്പതീനാം ജകൽക്കനം. ഓം തത്സത്. കഴിഞ്ഞ ശ്ലോക പദം പിരിക്കേണ്ടത് ജിഹ്വപ്രായം വ്യവഹൃതം ഷാഢ്യമിശ്രം ച സൗഹൃദം പിതൃമാതൃസുഹൃദ്ഭ്രാതൃ ദമ്പതീനാം ച കൽക്കനം. അതായത് കഴിഞ്ഞ ശ്ലോകത്തിൽ ജിംഹപ്രായം എന്ന് പറഞ്ഞാൽ കപടം അധികരിച്ചിരിക്കുന്ന വ്യവഹൃതം പെരുമാറ്റത്തെയും ഷാഢ്യമിശ്രം സൗഹൃദം ച ഷാഢ്യം കലർന്നിരിക്കുന്ന സൗഹാർദ്ദത്തെയും പിതൃമാതൃ സുഹൃദ്ഭ്രാതൃ ദമ്പതീനാം പിതൃക്കൾ മാതാക്കൾ സുഹൃത്തുക്കൾ സഹോദരന്മാർ ദമ്പതിമാർ ച കൽക്കനം തമ്മിൽ കലഹം. അതായത് ജിംഹപ്രായം വ്യവഹൃതം കപടം അധികരിച്ചിരിക്കുന്ന പെരുമാറ്റം. എല്ലാവരും പരസ്പരം കപടത്തോടുകൂടി ഉള്ളിലൊന്ന് പുറത്തൊന്ന് എന്ന് കരുതിയിട്ടുള്ള പെരുമാറ്റം. അതല്ലാതെ അധികരിച്ചിരിക്കുന്ന വെറുതെ സാധാരണ കപടമല്ല, അധികരിച്ചിരിക്കുന്ന കപടത്തോടു കൂടിയിട്ടുള്ള പെരുമാറ്റം. ഷാഢ്യമിശ്രം സൗഹൃദം. സുഹൃത്തുക്കൾ തമ്മിൽ ഷാഢ്യം കൂടുതൽ. സൗഹൃദം എന്ന പേരുള്ളിൽ ഷാഢ്യം കൂടുതൽ. നീ ശരി, ഞാൻ ശരി, എൻ്റെ ഭാഗം ഉണ്ടാകണം, ഈ നമ്മൾ പറയുന്ന സ്വാർത്ഥത കൂടിയിട്ടുള്ള സൗഹൃദം. പിതൃമാതൃ സുഹൃദ്ഭ്രാതൃ ദമ്പതീന. പിതൃക്കളും പിതാക്കന്മാരും അമ്മമാരും അച്ഛന്മാരും സുഹൃത്തുക്കളും സഹോദരന്മാരും ഭാര്യാഭർത്താക്കന്മാരും ഒക്കെ പരസ്പരം എപ്പോഴും കലഹിച്ചു കൊണ്ടിരിക്കുക. ഇതൊക്കെ ഇദ്ദേഹം കണ്ടു. കഴിഞ്ഞ ശ്ലോകത്തിൽ മോശമായ പെരുമാറ്റമുള്ള ഭയങ്കര സ്വഭാവത്തോടു കൂടിയിട്ടുള്ള രാജാക്കന്മാരെയും മറ്റ് നരന്മാരുടെ എല്ലാ ജനങ്ങളും പാപം കൂടിയ പെരുമാറ്റവും, പിന്നീട് ഋതുക്കൾ പോലും തെറ്റായ രീതിയിൽ മഴക്കാലത്ത് ചൂട്, ചൂടുകാലത്ത് മഴ എന്നിങ്ങനെ വസന്തകാലത്ത് ശൈത്യം, ഇങ്ങനെയുള്ള കാലങ്ങൾ പോലും മാറിയിട്ടുള്ള അങ്ങനെയുള്ള ദുർനിമിത്തങ്ങൾ പറഞ്ഞു. ഈ ശ്ലോകത്തിൽ സുഹൃത്തുക്കൾ തമ്മിലുള്ള ഭയങ്കരമായിട്ടുള്ള ഷാഢ്യങ്ങൾ, പിന്നീട് പാപം കപടത്തോടു കൂടിയിട്ടുള്ള പെരുമാറ്റം, പരസ്പര കലഹം, ഇതൊക്കെ അദ്ദേഹം തൻ്റെ ചുറ്റും കണ്ടു. അർജുനൻ പോയിട്ട് വരാതെ കുറേ നാളായി. ആ സമയത്ത് അദ്ദേഹം ഹസ്തിനപുരത്തിനും ചുറ്റും കാണുന്ന രാജാക്കന്മാർ ചാരന്മാരെ അയച്ച് ലോകവിവരങ്ങൾ അറിയും. അപ്രകാരവും എല്ലാം കൂടി ധർമ്മപുത്രർ തൻ്റെ ചുറ്റും കാണുന്നത് സൂതൻ എടുത്ത് പറയുകയാണ്. ഇങ്ങനെയൊക്കെ അദ്ദേഹം കണ്ടു എന്ന്. ശ്ലോകം ഒരിക്കൽ കൂടി. ജിംഹപ്രായം വ്യവഹൃതം ഷാഢ്യമിശ്രം ച സൗഹൃദം പിതൃമാതൃസുഹൃദ്
ഭാതൃ ദമ്പതീനാം ച കൽക്കനം. ഓം തത്സത്. നമ്മൾ നമ്മുടെ ചുറ്റും ഇപ്പോൾ കാണുന്നത് തന്നെയാണ് ഈ ശ്ലോകത്തിലും പറയുന്നത്. കലികാലത്തിൻ്റെ ആരംഭം കുറിക്കുന്ന ഭാഗമാണ് അദ്ദേഹം കാണുന്നത്. എന്തെന്നാൽ അതിന് കാരണമുണ്ട്. കലികാലം ആരംഭിച്ചിരിക്കുന്നു എന്ന് സൂചിപ്പിക്കുകയാണ് ഇതിലേക്കൂടി. ശ്ലോകം എല്ലാവരുടെയും നന്മയ്ക്കും ആയുരാരോഗ്യ സൗഖ്യത്തിനുമായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം ഭഗവാന്റെ തൃക്കാൽക്കൽ സമർപ്പിക്കുന്നു. ഗീതാരാജൻ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഓം തത്സത്. എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ചുകൊണ്ട് ശ്ലോകം സമർപ്പിക്കുന്നു. താങ്ക് യു ഫോർ വാച്ചിങ്. ഓൾ ദ ബെസ്റ്റ്. ഹാവ് എ വെരി വെരി നൈസ് ഡേ. ഗോഡ് ബ്ലെസ് യു. ദൈവം അനുഗ്രഹിക്കട്ടെ. എല്ലാവർക്കും എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യവും നന്മയും ഉണ്ടാകട്ടെ. ഓം തത്സത്.